പ്രണയതീരം ഭാഗം 21. അവളിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ അവനിൽ കൂടുതൽ വികാരങ്ങൾ നിറഞ്ഞു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ വന്ന മാറ്റം കണ്ട കല്യാണി അവനെ തള്ളി മാറ്റി കുളത്തിൽ നിന്നും കയറി. പടവുകൾ കയറി റൂമിലേക്ക് ഓടി. ബാത്റൂമിൽ കയറി വാതിലടച്ച് അതിൽ ചേർന്ന് നിന്നു. അവന്റെ അപ്പോഴത്തെ മുഖഭാവമായിരുന്നു കല്യാണിയുടെ മനസ്സിൽ. ആദി കുളത്തിൽ നിന്നും കയറി തലയും ശരീരവും തുടച്ചു. ഷർട്ടിട്ട് റൂമിൽ വരുമ്പോൾ കല്യാണി ബാത്റൂമിൽ തന്നെ ആയിരുന്നു. അവൻ അവിടേക്ക് ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. വൈകിട്ട് ബന്ധുക്കളും വീട്ടുകാരുമായി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു വീട്ടിൽ. ആദിക്ക് പിന്നെ കല്യാണിയെ കാണാൻ കൂടി കിട്ടിയില്ല. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും ആദി കല്യാണിയെ നോക്കി. അവൻ്റെ നോട്ടം മനസ്സിലാക്കിയ കിച്ചു ചോദിച്ചു, കാർത്തിക എവിടെ? ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ. അവൾ ഉറങ്ങി. മോൾക്ക് ചെറിയ തുമ്മലുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കൊടുത്ത് അവളെ നേരത്തെ കിടത്തി ഉറക്കി. തുമ്മൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ തുമ്മലോ എന്ന് എല്ലാവരും ഒരുപോലെ ചോദിച്ചു. അത് കേട്ട് അമ്മമാർക്ക് ചിരി വന്നു. തുമ്മലോ? കിച്ചു ചോദിച്ചു. പനിയുണ്ടോ അമ്മേ? കിരൺ ചോദിച്ചു. ആദി നീ ഒന്ന് നോക്കിക്കേ, വേഗം വാ, കല്യാൺ പറഞ്ഞു. മതി, ഒന്ന് നിർത്തുമോ? എല്ലാം കൂടി എന്തിനാ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നേ? മോള് 2-3 പ്രാവശ്യം തുമ്മി. അപ്പോൾ തന്നെ അവൾക്ക് മുത്തശ്ശി മരുന്നും കൊടുത്തു, കാർത്തികയുടെ അമ്മ പറഞ്ഞു. നാളെ കുട്ടിക്ക് നേരത്തെ എഴുന്നേക്കേണ്ട കാരണം വേഗം കിടത്തി ഉറക്കിയതാണ്, മുത്തശ്ശി പറഞ്ഞു. അവൾ അങ്ങനെയൊന്നും ഉറങ്ങില്ല, ഞാൻ ചെല്ലാതെ എൻ്റെ ഭാര്യ ഉറങ്ങില്ല. ആദി ചെറിയ ചിരിയോടെ മനസ്സിൽ പറഞ്ഞു. എന്നാലും തുമ്മൽ പിടിച്ചല്ലോ. കുറേ നേരം വെള്ളത്തിലായിരുന്നു, പിന്നെ കരച്ചിലും. അതാവും. അവനും എത്രയും വേഗം അവളുടെ അടുത്ത് എത്താൻ തോന്നി. ഏട്ടന്മാർ എല്ലാവരും കഴിച്ച് വേഗം മുകളിലേക്ക് പോകുന്നത് കണ്ട് മുത്തശ്ശി താഴെ നിന്നും വിളിച്ചു പറഞ്ഞു. അതെ, ആരും മോളുടെ അടുത്തേക്ക് പോകണ്ട, അവൾ ഉറങ്ങിക്കാണും. ഇനി ഉണർത്താൻ പോകണ്ട, കേട്ടല്ലോ? മുത്തശ്ശി എല്ലാവരെയും നോക്കി പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് ചെറിയ സങ്കടം നിറഞ്ഞു. അത് കണ്ടു നിന്ന സ്ത്രീകളെല്ലാവർക്കും ഒരു ചിരി നിറഞ്ഞു. ആദി എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നത് കണ്ട് ആദിയുടെ അമ്മ പറഞ്ഞു, മോനെ ആദി, നിന്നോടും കൂടിയാ പറഞ്ഞത്, മോളെ ശല്യം ചെയ്യരുത്, അവൾ ഉറങ്ങി, കേട്ടല്ലോ? ആദി അറിയാതെ തന്നെ തലയാട്ടി. അത് കണ്ട എല്ലാവരും ചിരിച്ചു പോയിരുന്നു. ആദി അമ്മയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. അവന്റെ മുറിയിൽ പോയി ഫ്രഷായി കല്യാണിയുടെ മുറിയിലേക്ക് ചെന്നു. വാതിൽ തള്ളി നോക്കി. വാതിൽ തുറക്കുന്നത് കണ്ട് വേഗം അകത്തേക്ക് കയറി വാതിലടച്ചു. പതിയെ കട്ടിലിൽ വന്ന് നോക്കി. കണ്ണടച്ച് കിടക്കുകയാണ് പെണ്ണ്. ഉറങ്ങിയിട്ടില്ല എന്ന് അവന് മനസ്സിലായി. എൻ്റെ ഭാര്യ ഉറങ്ങാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നോ? കല്യാണി കണ്ണ് തുറക്കാതെ തന്നെ ചിരിച്ചു. ആദി അവളുടെ അടുത്ത് കിടന്ന് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി. എന്തുപറ്റി വൈഫി? തുമ്മൽ പിടിച്ചുവോ? ഇല്ല ആദിയേട്ടാ, 1-2 പ്രാവശ്യം തുമ്മി, അത്രയുള്ളൂ. അതിനാ എന്നെ പിടിച്ച് നേരത്തെ മരുന്നും തന്ന് കിടത്തിയത്. ആണോടാ? സാരമില്ല, എൻ്റെ പെണ്ണ് ഉറങ്ങിക്കോ. നാളെ ക്ഷീണമൊന്നും ഉണ്ടാകാതെ നന്നായിരിക്കേണ്ടതാണ്. നമ്മുടെ ദിവസമാണ് നാളെ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ദിവസം. ഒരു പുഞ്ചിരിയോടെ അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. 2 പേരും വേഗം തന്നെ ഉറക്കത്തിലേക്ക് പോയി. രാവിലെ അവൾ കണ്ണു തുറക്കുമ്പോൾ ആദ്യം അവളെ പൊതുങ്ങി പിടിച്ചിരുന്നു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആദിയെ ആദ്യമായി കണ്ടത് അവളുടെ ഓർമ്മയിൽ വന്നു. ആക്സിഡന്റ് നടന്ന അന്ന് തൻ്റെ ബോധം മറയുന്നതിന് മുമ്പ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകളിലുണ്ടായ ഒരു പിടച്ചിൽ അവൾ ഓർത്തു. അന്ന് അറിഞ്ഞില്ലല്ലോ ആദിയേട്ടാ, എൻ്റെ ജീവനാണ് നിങ്ങളെന്ന്, എൻ്റെ ജീവിതമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന്. അവൾ അവൻ്റെ കവിളിൽ ചുംബിച്ചു. പതിയെ എഴുന്നേക്കാൻ നോക്കി. എവിടെ, ഒന്ന് അനങ്ങാൻ കൂടി പറ്റിയില്ല. അവൾ അവനെ നോക്കിക്കിടന്നു. അവൻ്റെ ഉറക്കം കണ്ടിട്ട് വിളിക്കാനും തോന്നിയില്ല. കുറച്ചു കഴിഞ്ഞ് അവൻ കണ്ണു തുറക്കാൻ പോകുന്നത് കണ്ട് അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കിക്കിടന്നു. കണ്ണു തുറന്ന ആദി കാണുന്നത് തന്നെ നോക്കിക്കിടക്കുന്ന കല്യാണിയെയാണ്. എന്താണ് ഭാര്യയെ, രാവിലെ തന്നെ ഒരു നോട്ടം? എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നും പറഞ്ഞ് അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടിനെ മുട്ടിച്ചു. അതെ, ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് വേഗം പോയി കുളിച്ചു വന്ന് റെഡിയാകൂ. ഇങ്ങനെ ഇരുന്നാലേ കുളിക്കാനും റെഡിയാകാനും നമ്മൾ 2 പേരും വൈകും, അവൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ തള്ളി വേഗം ബാത്റൂമിലേക്ക് കയറി. ആദി ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുറിയിലേക്ക് പോയി. കല്യാണി കുളിച്ചു വരുമ്പോൾ റൂമിൽ അമ്മയും ആദിയേട്ടൻ്റെ അമ്മയും ചെറിയമ്മമാരും ഉണ്ടായിരുന്നു.
അവൾ കൊടുക്കാനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അവൾക്ക് കൊടുത്തു. വേഗം റെഡിയാകാൻ പറഞ്ഞു. കീർത്തനയെ അവൾക്ക് കൂട്ടായി അവിടെ നിർത്തിക്കൊണ്ട് പോയി. എല്ലാവരും വന്നു തുടങ്ങി. മുത്തച്ഛനും മുത്തശ്ശിയും രണ്ടുപേരുടെയും അച്ഛനമ്മമാരും ചെറിയച്ഛന്മാരും ചെറിയമ്മമാരും ഏട്ടന്മാരും എല്ലാവരും വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു. ആദിയുടെ അച്ഛൻ വീട്ടുകാരും അമ്മ വീട്ടുകാരും ഏട്ടനും ഏട്ടത്തിയും കുഞ്ഞും ആദിയുടെ അനിയത്തിയും എല്ലാവരും എത്തിയിരുന്നു. കല്യാണിയെ കൂട്ടി കീർത്തന അങ്ങോട്ട് വന്നു. കല്യാണിയെ കണ്ട എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. മുത്തശ്ശിയും അമ്മമാരും വേഗം അവളുടെ അടുത്ത് ചെന്നു. മുത്തശ്ശി വേഗം കണ്ണിൽ നിന്നും കൺമഷിയെടുത്ത് അവളുടെ ചെവിക്ക് പുറകിൽ തൊട്ടു. എല്ലാവരും ചേർന്ന് അവളെ കൊണ്ടുവരുന്നത് കണ്ട ആദിയുടെ കണ്ണുകൾ തിളങ്ങി. വൈറ്റ് കളർ നെറ്റ് സാരി, ഡയമണ്ടിൽ ഉള്ള മാലകളും കമ്മലുകളും വളകളും മോതിരങ്ങളും തൻ്റെ പെണ്ണിൻ്റെ തിളക്കം കൂട്ടി. കല്യാണിയെ ആദിയുടെ അടുത്ത് നിർത്തി. മുത്തച്ഛൻ രണ്ടുപേർക്കും മോതിരം കൊടുത്തു. ആദ്യം കല്യാണി കാർത്തിക എന്ന പേരെഴുതിയ മോതിരം അവൻ്റെ വിരലിൽ അണിയിച്ചു. ആദിത്യ എന്ന പേരെഴുതിയ മോതിരം അവനും അവളുടെ മോതിരവിരലിൽ അണിയിച്ചു. അവൻ അവളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. എല്ലാവരുടെയും കയ്യടിയിലാണ് അവൻ അവളെ വിട്ടത്. കല്യാണിയെ കൊല്ലാനുള്ള ദേഷ്യവുമായി സരയുവും അവിടെ നിന്നിരുന്നു. ആദിയുടെ കൈകൾ കല്യാണിയുടെ സാരിക്കുള്ളിൽ കൂടി അവളുടെ വയറിൽ തൊട്ടു. കല്യാണി ഒരു പിടച്ചിലൂടെ അവനെ നോക്കി. അവൻ ഇതൊന്നും അറിയാത്തതുപോലെ കൂടെ നിൽക്കുന്നവരോട് സംസാരിക്കുകയായിരുന്നു. എന്നാലും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കി. അവളുടെ പരിഭ്രമം ആദി ഒളിക്കണ്ണിട്ട് നോക്കി കണ്ടു. അവൻ അവളെ ഒന്നുകൂടി അടുത്തേക്ക് ചേർത്തു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി നിറഞ്ഞു. ഇതെല്ലാം കണ്ടു നിന്ന സരയു ദേഷ്യത്തിൽ തിരിഞ്ഞ് കാറിലേക്ക് പോയി. അവരെ ഒന്ന് നോക്കിയിട്ട് സൂര്യനും പിന്നാലെ പോയി. കാറിനുള്ളിൽ ഇരുന്ന് കരയുന്ന സരയുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു സൂര്യ. ഏട്ടാ, ആദി അവളെ ഞാൻ കണ്ടു. ഇപ്പോൾ നമുക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. അവസരം വരും. ഇത്രയും നാള് കാത്തിരുന്നില്ലേ? കുറച്ചു നാൾ കൂടി നമ്മൾ കാത്തിരിക്കണം. സൂര്യയുടെ കണ്ണുകൾ തീ പോലെ ചുവന്നു. വിട്ടുകൊടുക്കില്ല കാർത്തിക. നിന്നെ എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരും. എൻ്റെ കുടുംബത്തെ തകർത്തതിന്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം ഇല്ലാതാക്കിയതിന്, നിന്റെ കുടുംബത്തിലെ എല്ലാവർക്കും വേദനിക്കണമെങ്കിൽ നിനക്ക് നോവണം. എന്നാൽ മാത്രമേ നിന്റെ കുടുംബത്തിൽ എല്ലാവരും എൻ്റെ കുടുംബത്തിൻ്റെ കാൽ കീഴിൽ വരികയുള്ളൂ. ഞാൻ വരുത്തും. ഞാൻ സൂര്യൻ മനസ്സിൽ വിചാരിച്ചു. മോളെ, മുഖം തുടച്ചിട്ട് വാ എൻ്റെ കൂടെ. നമുക്ക് അവരെ കണ്ടിട്ട് പോകാം. ഇല്ല ഏട്ടാ, എനിക്ക് എൻ്റെ ആദിയെ അങ്ങനെ അവളുടെ കൂടെ കാണാൻ വയ്യ. പ്ലീസ് ഏട്ടാ, എന്നെ നിർബന്ധിക്കല്ലേ. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. മോളെ, നിന്നെ നിർബന്ധിച്ച് ഞാൻ കൊണ്ടുപോകില്ല. പക്ഷേ അവരെ മോള് കാണണം. എന്നാലേ നമ്മുടെ മനസ്സിലെ കനൽ കെടാതെ വീണ്ടും കത്തുകയുള്ളൂ. അവൾ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പോകാം ഏട്ടാ, നമുക്ക് അവളെ കാണാം. അവൾ മുഖം തുടച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. സൂര്യ കല്യാണിയെ തന്നെ നോക്കിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. സൂര്യയെ കണ്ടപ്പോൾ കല്യാണിയുടെ മുഖം മാറി. ഹായ് സൂര്യ, ഇപ്പോഴാണ് വരുന്നത്? അതെ, വെളുപ്പിന് പുറപ്പെട്ടു, ഇപ്പോഴാ എത്തിയത്. സരയോ, താനെന്താ മിണ്ടാതെ നിൽക്കുന്നത്? ആദി ചോദിച്ചു. എൻ്റെ ഏട്ടൻ്റെ പെണ്ണായി വരേണ്ടതായിരുന്നില്ലേ കല്യാണി? ആദിത്യ അതിന് ഇടയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ എൻ്റെ ഏട്ടൻ്റെയും കല്യാണിയുടെയും എൻഗേജ്മെൻ്റ് ആയിരുന്നില്ലേ നടക്കേണ്ടത്? ദേഷ്യത്തോടെ പറയുന്ന സരയുവിനെ നോക്കി ആദി ചിരിച്ചു. അവൻ കല്യാണിയെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇവൾ ആദിത്യയുടെ നല്ല പാതിയാണ്. ദൈവം എനിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇവളെയാണ്. അതുകൊണ്ട് തന്നെ ഇവൾ എന്നിലേക്ക് തന്നെ വന്നു ചേരും. അതുകൊണ്ട് തന്നെയാണ് സൂര്യൻ്റെ ജീവിതത്തിലേക്ക് ഇവൾ കടന്നു വരാതിരുന്നതും. ഇവളെ ഒന്നിൻ്റെ പേരിലും ആദി ആർക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ ജീവനും ശ്വാസവും ഇവളാണ്. ഇവളില്ലെങ്കിൽ ആദിയില്ല. അവൾ ആദിയുടെ മുഖത്ത് നോക്കി തന്നെ നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ നോക്കിയാണ് അവൻ പറഞ്ഞതും. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആദി അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. മറ്റൊന്നും പറയാൻ നിൽക്കാതെ സരയു അവിടെ നിന്ന് പോയി. നിങ്ങളൊന്നും വിചാരിക്കരുത്. അവൾക്ക് കല്യാണി ഇഷ്ടമായിരുന്നു.
ഏട്ടത്തിയായി ഇവൾ വരുമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് നടക്കാത്തതിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. സോറി കല്യാണി. സോറി ആദിത്യ. അത് കുഴപ്പമില്ല സൂര്യ, അവൾ കുട്ടിയല്ലേ. താൻ പറഞ്ഞതുപോലെ ഇവളെ ഏട്ടത്തിയായി കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ്. അത് മാറിക്കോളും, ആദി ചിരിയോടെ പറഞ്ഞു. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അവളുടെ പിണക്കം മാറ്റണം, എന്നിട്ട് കൊണ്ടുവരാം. സൂര്യൻ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ആദിയേട്ടാ, സരയു. ഒന്നുമില്ലടാ, അന്ന് പ്രതീക്ഷിക്കാതെ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഉണ്ടായ പിണക്കമാണ്. അത് പതിയെ മാറിക്കൊള്ളും. അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശനും കൂട്ടുകാരും വന്നു. ഫോട്ടോ എടുക്കലും പരിചയപ്പെടലും എല്ലാമായി. ഫോട്ടോ എടുക്കലും എല്ലാം ഒരുമിച്ച് കഴിഞ്ഞു. ഒരുമിച്ച് ഫുഡ് കഴിക്കലും എല്ലാമായി. പരിപാടി ഭംഗിയായി തന്നെ നടന്നു. വൈകുന്നേരത്തോടെ എല്ലാവരും പോയി കഴിഞ്ഞു. അവിടെ വീട്ടുകാർ മാത്രമായി. മോള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, മുത്തശ്ശി പറഞ്ഞു. മോളെ കീർത്തനെ, മോളുടെ ഒപ്പം പോയി ഒന്ന് സഹായിച്ചു കൊടുക്കൂ അതെല്ലാം മാറ്റാൻ. കല്യാണിയും കീർത്തനയും റൂമിലേക്ക് പോകുമ്പോൾ ആദിയും കിച്ചുവും അവിടെ വന്നു. കീർത്തനെ, കിച്ചുവിന് എന്തോ തന്നോട് പറയാനുണ്ടെന്ന് ആദി പറഞ്ഞു. കിച്ചു, എന്തു പറയാൻ? ആദി പറയുന്നത് കേട്ട് കിച്ചു, ഇവനിതെന്ത് തേങ്ങയാ പറയുന്നത് എന്ന് ഓർത്ത് വായും തുറന്ന് നിന്നു. എന്താ കിച്ചുവേട്ടാ? കീർത്തന ചോദിച്ചു. വിളിച്ചുകൊണ്ട് പോടാ അവളെ, എനിക്ക് നിന്നെ ഇങ്ങനെ സഹായിക്കാൻ പറ്റൂ, ആദി പറഞ്ഞു. അയ്യോ മോനെ, നീ എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ, എനിക്കേ നിന്റെ സഹായം വേണ്ടെങ്കിലോ, കിച്ചു പറഞ്ഞു. അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയാൻ പാടില്ല, ആദി അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് അവർക്ക് ചിരി വന്നു. എൻ്റെ പൊന്നു കിച്ചു, ഞാൻ എൻ്റെ പെണ്ണിനോട് കുറച്ചു നേരം ഒന്ന് സംസാരിക്കട്ടെ, ഒന്ന് വിളിച്ചുകൊണ്ട് പോ കീർത്തനെ, എൻ്റെ അളിയനെ, പ്ലീസ് ഒന്ന് പോവോ എൻ്റെ കിച്ചു. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. നാളെ മുതൽ ഞങ്ങൾക്കിങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. കല്യാണി അവൻ എന്താ പറഞ്ഞത് എന്ന് നോക്കി നിൽക്കുകയായിരുന്നു. എറണാകുളത്തിന് പോയാൽ ഇവളെ അടുത്ത് കിട്ടില്ലല്ലോ. ഈ രാത്രി കൂടിയല്ലേ എനിക്ക് ഇവളുടെ ഒപ്പം സംസാരിക്കാൻ പറ്റൂ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ പിടഞ്ഞു. പെട്ടെന്ന് തന്നെ നിറഞ്ഞൊഴുകി. അങ്ങനെ ഒരു അകൽച്ച അവൾ ചിന്തിച്ചിട്ടില്ല എന്നതാണ് അവളുടെ സങ്കടത്തിന് കാരണം എന്ന് അവന് മനസ്സിലായി. അത് കണ്ടതും കിച്ചുവിന് സങ്കടമായി. അവൻ അവളെ വന്ന് ചേർത്ത് പിടിച്ചു. ഇടത് ഭാഗത്ത് ആദിയും വലത് ഭാഗത്ത് കിച്ചുവും നിന്നു. ആദി, നീ എന്തിനാ എൻ്റെ മോളെ കരയിപ്പിച്ചത്? അവൻ കപട ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു. പിന്നെ നീ എന്താ പറഞ്ഞത്? നിനക്ക് ഈ രാത്രി കൂടിയല്ലേ അവളോട് സംസാരിക്കാൻ പറ്റുമെന്നോ? കഴിഞ്ഞ രാത്രികളിലെല്ലാം നേരം വെളുക്കുവോളം ഇവളുടെ കൂടെ ഇവളുടെ റൂമിൽ ഉണ്ടായിരുന്നിട്ടും നിനക്ക് ഇവളോട് പറയാൻ ഉള്ളതൊന്നും പറഞ്ഞു കഴിഞ്ഞില്ലടാ ആദി. അവൻ പറയുന്നത് കേട്ടതും ആദിയും കല്യാണിയും ഞെട്ടി നിന്നു. കിച്ചു, അത് നീ എങ്ങനെ കണ്ടു? ആദി ചോദിച്ചു. മോനെ ആദി, പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ അതിൻ്റെ വിചാരം ആരും അത് കാണുന്നില്ല എന്നാണ്. മോളെ ഒറ്റയ്ക്ക് കിടത്തരുതെന്ന് മുത്തച്ഛൻ പറഞ്ഞതുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് കൂട്ടുകിടക്കാൻ വന്നതാ കീർത്തന. അപ്പോഴാണ് മോളുടെ റൂമിലേക്ക് നീ പോകുന്നത് ഇവൾ കണ്ടത്. ഞാൻ എൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ കല്ലുവിൻ്റെ റൂമിന് മുന്നിൽ ഇവൾ കാവൽ നിൽക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ ഇവൾക്ക് പറയാനൊന്നും മടിച്ചു ഇവള്. പിന്നെ ആ കാര്യം പറഞ്ഞത് നീ ഇവളുടെ മുറിയിലുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു കുറച്ചു നേരം സംസാരിച്ചു കഴിയുമ്പോൾ നീ പോകുമെന്ന്. ഞാൻ ഇവളെയും കൊണ്ട് നിന്റെ റൂമിൽ പോയിരുന്നു. സംസാരിച്ച് നീ കഴിയുമ്പോൾ അങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ ഇവൾക്ക് മോളുടെ അടുത്തേക്ക് പോകാമല്ലോ എന്ന് കരുതി. പക്ഷേ വെളുപ്പിന് 5 മണിയായിട്ടും നീ വന്നില്ല. ഞങ്ങൾ പിറ്റേ ദിവസവും നോക്കി നിന്നു. അന്നും നീ മോളുടെ കൂടെ തന്നെയായിരുന്നു. രാവിലെയാണ് നീ നിന്റെ റൂമിലേക്ക് പോയത്. ഇന്ന് എന്നോട് കീർത്തന ഒരു കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നീ അവളുടെ റൂമിൽ കിടക്കുന്നത് കൊണ്ട് തെറ്റല്ല എന്ന്. ആദ്യം കല്യാണിയും അവൻ പറഞ്ഞത് മനസ്സിലാകാതെ പരസ്പരം നോക്കി. എന്താ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? കിച്ചു ചോദിച്ചു. കല്ലു, മോളെ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാല പുറത്തേക്ക് എടുത്തിട്ടേ. കിച്ചു പറഞ്ഞതും കല്ലു ഞെട്ടി ആദിയെ ഒന്ന് നോക്കി. നീ അവനെ നോക്കണ്ട, ഏട്ടൻ പറഞ്ഞത് അനുസരിക്ക. ആദി കണ്ണുകൾ കൊണ്ട് അനുവാദം കൊടുത്തതും കല്യാണി സാരിക്കുള്ളിൽ ഇട്ടിരുന്ന താലിയെടുത്ത് പുറത്തേക്കിട്ടു. കിച്ചുവും കീർത്തനയും കണ്ണുകൾ കൊണ്ട് പരസ്പരം നോക്കി. കിച്ചു ആദിയെ നോക്കി. കിച്ചു, എനിക്ക് എപ്പോഴും ഇവള് എൻ്റെ കൺമുന്നിൽ വേണമെന്ന് തോന്നി. അതിന് രാവിലെ എന്നോ രാത്രിയെന്നോ ഉള്ളത് ഒരു തടസ്സമാകരുത് എന്നും. പക്ഷെ രാത്രി അവളുടെ കൂടെ എനിക്ക് നിൽക്കണമെങ്കിൽ ഒരു താലിയുടെ അവകാശം വേണമെന്ന് ഉള്ളത് കൊണ്ടാണ് ഇവളോട് പോലും സമ്മതം ചോദിക്കാതെ ഞാൻ അമ്പലത്തിൽ വെച്ച്
ഈ താലി കെട്ടിക്കൊടുത്തത്. അതൊരിക്കലും ആരെയും സങ്കടപ്പെടുത്താനല്ല. അപ്പോൾ അങ്ങനെയാ തോന്നിയത്. ഇവളെ ഒറ്റയ്ക്കാക്കാൻ തോന്നുന്നില്ല. അത് രാത്രിയാണെങ്കിലും. കിച്ചുവിന് കാര്യം മനസ്സിലായി. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അവൻ പേടിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാത്രി കൂടെ കിടക്കുന്നത്. പക്ഷേ ആദി, നാളെ മുതൽ എറണാകുളത്തേക്ക് ചെല്ലുമ്പോൾ എന്തു ചെയ്യും? അത് നമ്മൾക്ക് പിന്നെ സംസാരിക്കാം കിച്ചു. കിച്ചു, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോടാ? ഇല്ല എന്ന് പറഞ്ഞ കള്ളമാകും ആദി. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഇവളുടെ വിവാഹം, അതും നീയുമായി. അത്രയും ആഗ്രഹിച്ചൊരു കാര്യം ഞങ്ങൾക്ക് കാണാൻ പറ്റാതെ നടന്നത് സങ്കടമുള്ളൊരു കാര്യമാണ്. പക്ഷേ വലിയൊരു സന്തോഷം നീ ഞങ്ങൾക്ക് വൈകാതെ തരുന്ന കാരണം ഇത് ഞാൻ മറക്കുകയാണ്. പിന്നെ ഇവളോടുള്ള സ്നേഹം കൊണ്ടാണ് നീ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സാരമില്ലടാ. അപ്പോഴും കല്യാണി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കിച്ചു അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. മോളെ, നീ കരയണ്ട. ഇവനിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരു കാരണം ഉണ്ടാകും. അവൻ്റെ തീരുമാനം തെറ്റില്ല മോളെ. മോള് കരയണ്ട. ആദി, നീ ഇവളെ കൊണ്ടുപോയി കിടത്തു. രാവിലെ മുതൽ മോള് നിൽക്കുന്നതല്ലേ, അവൾക്ക് ക്ഷീണം കാണും. മോളെ ചെല്ല്, പോയി കിടന്നുറങ്ങിക്കോ. നാളെ നമുക്ക് എറണാകുളത്തിന് പോകേണ്ടതല്ലേ, പോയിക്കോ. പിന്നെ ആദിമോനെ, ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് താങ്ക്സ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ കീർത്തനെ, എനിക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത്? കിച്ചു പറഞ്ഞു. ഏത് ബുദ്ധി? കീർത്തന ചോദിച്ചു. ആരും അറിയാതെ താലി കെട്ടി രാത്രി നിന്റെ കൂടെ വന്ന് കിടക്കാനേ. ഈ കട്ട് തിന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാ, അല്ലേ മോളെ? കീർത്തന അവനെ ദേഷ്യത്തോടെ നോക്കി. എൻ്റെ പൊന്നോ, എന്നെ നോക്കി കൊല്ലാതെ, ഞാൻ വെറുതെ പറഞ്ഞതാ. വാ, നമുക്ക് ആദ്യയുടെ റൂമിൽ പോയി ഇരുന്ന് സംസാരിക്കാം. അവള് അനങ്ങാതെ അവിടെ തന്നെ നിന്നപ്പോൾ കിച്ചു അവളെ അടുപ്പിച്ച് പിടിച്ചു. എൻ്റെ പൊന്നല്ലേടാ, വാ, എൻ്റെ കൂടെ കുറച്ചു നേരം എൻ്റെ അടുത്തിരിക്ക്. അവൻ പറയുന്നത് കേട്ട് കീർത്തന കൂടെ ചെന്നു. ആദി കല്യാണിയെ കൊണ്ട് റൂമിലേക്ക് കയറി വാതിലടച്ചു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ആദ്യേട്ടാ, കിച്ചുവേട്ടന് എന്നോട് ദേഷ്യം ഉണ്ടാവോ? ഇല്ലട പൊന്നെ, ഈ കരയാതെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ എൻ്റെ നെഞ്ച് പൊള്ളിക്കുമെന്ന്. പ്ലീസ് കരയാതെ കല്ലു. ഞാൻ ശ്രദ്ധിച്ചത് ആദ്യേട്ടാ, താലി ആരും കാണാതിരിക്കാൻ. ഈ സാരി ഉടുത്തപ്പോൾ പോലും ഞാൻ നന്നായി നോക്കിയിരുന്നു താലി മലപ്പുറത്തേക്ക് വരാതിരിക്കാൻ. എന്നിട്ടും ഏട്ടനും കീർത്തനും ചേച്ചിയും എങ്ങനെയത് കണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കല്ലു, ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് പിണങ്ങരുത്. അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ഞാനാണ് ഈ താലിമാല കീർത്തനയ്ക്ക് കാണിച്ചു കൊടുത്തത്. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കുറേ നാളായല്ലേ ഈ പ്രണയതീരം സ്റ്റോറി ഇട്ടിട്ട്. ഞാൻ ഇനി ഇടാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരു വായിക്കുന്നതിൻ്റെ ഒരു ഫ്ലോ പോകുന്നത് എനിക്കറിയാം. ഇനി ഒരുപാട് ഗ്യാപ്പില്ലാതെ തന്നെ ഞാൻ ഈ സ്റ്റോറി ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഇന്നത്തെ എൻ്റെ സ്റ്റോറിയിൽ ശബ്ദം മാറിയിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റോറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.